ഏവർക്കും വന്ദനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ അനേക ജാതി മതസ്ഥരെ കാണുവാൻ കഴിയും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട മതങ്ങൾ ക്രിസ്തീയ മതം, ഹിന്ദു മതം, ഇസ്ലാം മതം, പിന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത മതങ്ങൾ നമ്മുടെ ഈ ഇന്ത്യയിലുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ പേരാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അന്വേഷിക്കുന്നത് മരിച്ചതിന് ശേഷമുള്ള, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത എന്തോ ഒന്നിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ് എല്ലാവരും കാണുന്നത്. എന്നാൽ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഏതിനെ നമ്മൾ ദൈവമെന്നും, കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും അന്തരീക്ഷത്തിൽ നടക്കുന്ന അദൃശ്യമായിരിക്കുന്ന പ്രവൃത്തികളെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെന്നാണ് എല്ലാ മതങ്ങളും വിചാരിക്കുന്നത്. ക്രിസ്തീയ മതം ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അതായത് നമുക്കറിയാം, പരിമല തിരുമേനി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഈ ക്രിസ്തീയ മതത്തിൻ്റെ ഒരു വിഭാഗം ആരാധിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എന്തൊക്കെയോ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്തതുകൊണ്ടാണ്. അവിടെ കടമറ്റത്ത് കത്തനാർ, ഇങ്ങനെ പല വ്യക്തികൾ എന്തെങ്കിലും അത്ഭുതം ചെയ്താൽ അവരൊക്കെ ദൈവമെന്നാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നാണ് ഇതെല്ലാം സംഭവിച്ചതെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അപ്പോൾ ഹിന്ദുക്കൾക്കും ഈ പ്രശ്നമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും അമാനുഷികമായിരിക്കുന്ന എന്ത് കണ്ടാലും അത് ദൈവമാണെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ധരിക്കുന്നു. മറ്റ് മതങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ദൈവം നമ്മുടെ ഇഷ്ടപ്രകാരം മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ദൈവികമായിരിക്കുന്ന വിഷയമായിട്ട് എല്ലാവരും കാണുന്നു, പിന്നെ അതിനെ ആരാധിക്കുന്നു, അതെന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അതിൻ്റെ ഉറവിടം കണ്ടെത്തുവാൻ അവർക്ക് കഴിയുന്നതുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം ആരാ? എൻ്റെ ചോദ്യം ഇതാണ്, ദൈവം ആരാകുന്നു? അപ്പോൾ നമുക്ക് അല്പനേരം അതിനെപ്പറ്റി ഒന്ന് ധ്യാനിക്കുന്നത് നന്നല്ലേ? കാരണം ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാവരും അന്വേഷിക്കുന്ന കാര്യം ദൈവം ആരാണ്. എൻ്റെ ബാല്യകാലത്തിൽ എൻ്റെ ബ്രദർ, എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, നീ വെള്ളത്തിൽ കൂടെ നടക്കുന്നത്, വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് കിടക്കുക, വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുക, വെള്ളത്തിനുള്ളിൽ നടന്നുക. അദ്ദേഹത്തിന് അറിഞ്ഞോ അറിയാതെയോ അറിവില്ലായ്മയോ പറഞ്ഞാവാം, നിന്നെ ദൈവമായിട്ട് ഒരു ജനം അംഗീകരിക്കും. അപ്പോൾ ഞാനൊരു ദേശത്ത് ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ഞാനൊരു ആരാധന പുരുഷനായിട്ട് തീരും. അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ ആരാധനയ്ക്ക് യോഗ്യയായിരിക്കുന്ന ഒരു സ്ത്രീയായിട്ട് അവൾ മാറുകയാണ്. നമുക്ക് മറ്റ് ചില കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ സിനിമാ നടന്മാരും നടിമാരും പോലും പലർക്കും ആരാധ്യ വിഷയങ്ങളിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കുന്ന ചിലരെ ദൈവം എന്നുള്ള രീതിയിൽ ആരാധിക്കുന്നു. എന്നാൽ പ്രിയരെ, ദൈവം ആരാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. എന്നാൽ നമുക്കൊരു കാര്യം ആദ്യമേ ചിന്തിക്കാം. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച നാൾ മുതൽ നമ്മൾ ഈ ഭൂമിയിലെ വെള്ളം, വായു, സൂര്യന് ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ മരിച്ചു പോകുന്ന മനുഷ്യരെ അന്വേഷിക്കുന്നതിനേക്കാളും നല്ലത് ഈ മനോഹരവും എനിക്ക് പ്രയോജനകരവുമായിരിക്കുന്ന ഈ ഭൂമി ആരാണ് സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ നമുക്ക് ഈ ചൂട് തരുന്ന, വെളിച്ചം തരുന്ന, സകല ഭക്ഷണത്തിനും നിദാനമായിരിക്കുന്ന സൂര്യപ്രകാശം നൽകി തരുന്ന ഈ സൂര്യനെ സൃഷ്ടിച്ചത് ആരാണ്? ഇതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അത്ഭുതം കൊണ്ട് നിറയും. ഇനി നമ്മുടെ സ്വന്തം ശരീരത്തെ ഒന്ന് നോക്കിക്കുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസുകൾ, ഈ നമ്മുടെ സ്വന്തം ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന അനുഭവങ്ങൾ, അതൊക്കെ വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വിവരിച്ചാലും തീരത്തില്ല. ഈ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ, നമുക്കൊരു രോഗം വന്നാൽ നമ്മളതിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ, ബ്ലഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് കാണുന്നത്. അയൺ കൂടി, പൊട്ടാസ്യം കൂടി, ഇല്ലേ? അല്ലെങ്കിൽ കുറഞ്ഞു, സോഡിയം കുറഞ്ഞു, എന്തുമാത്രം കാര്യങ്ങൾ. ഈ മണ്ണിലുള്ള എല്ലാ ധാതു ലവണങ്ങളും ഈ രക്തത്തിലുണ്ട്. ഇന്നും നമ്മുടെ രക്തത്തിൽ നിന്ന് കണ്ടെത്തുവാൻ കഴിയാത്ത അനേക കാര്യങ്ങൾ ഈ രക്തത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഒരു രോഗമാണ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ രോഗത്തെ ചെറുക്കുവാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിനുണ്ടാകുന്നു, ഇല്ല? നമ്മൾ ശ്വസിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ഒക്കെയുള്ള ഈ വായുവിൽ നിന്ന് നമ്മൾ ഓക്സിജൻ മാത്രം വലിച്ചെടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്താക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ 100 വർഷമൊക്കെ ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ 50-60 വർഷം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയം നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നു. അതിനകത്ത് ശരീരം മുഴുവൻ ഒഴുകി ആ രക്തം അശുദ്ധമായിട്ട് തിരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ഭാഗത്തേക്ക് വന്നിട്ട് അത് ശുദ്ധീകരിച്ച് മറ്റേ അറയിലേക്ക് കയറ്റി വീണ്ടും ശരീരത്തിലേക്ക് പ്രവർത്തിക്കുന്നു. എന്തൊരു അത്ഭുതമാണ് ഇതെല്ലാം, ഇല്ലേ? അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? അതിൻ്റെ ഇടയ്ക്ക് ചില വിദ്വാന്മാരെ വന്നിട്ട് പറയും, കുരങ്ങ് രൂപാന്തരം ചെയ്താണ് നമ്മൾ മനുഷ്യരുണ്ടായത്. അത് നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്. കാരണം എന്താണ്? നമ്മുടെ ലോജിക്കലായിട്ട്, നമ്മുടെ മനസ്സാക്ഷിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കും. കുരങ്ങ് രൂപാന്തരം ചെയ്താൽ മനുഷ്യനാകുമോ? അത് വെറും ബാലിശമായിരിക്കുന്ന ഒരു ചിന്ത. പക്ഷേ ലോകം മുഴുവനും സയൻസ് എന്നോ അല്ലെങ്കിൽ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും 5ാം ക്ലാസ്സിൽ വെച്ച് ഇത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ 5ാം ക്ലാസ്സിൽ വെച്ച് ഞാനിത് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് പരിഹാസമായിരുന്നു ഇതിനോട്. ഒരിക്കലും അത് സംഭവിക്കരുത്. എന്നാൽ പിന്നെ എങ്ങനെയുണ്ടായി? ഉത്തരമില്ല, അറിയത്തില്ല. അങ്ങനെ നോക്കി പ്രിയരെ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരുവാൻ കഴിയുന്ന ഒരു പുസ്തകം നമ്മുടെ കരങ്ങളിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും.
അതിനകത്ത് എല്ലാത്തിനെ പറ്റിയുള്ള വിവരമുണ്ട്. ദൈവം ആരാണ്, ദൈവം എന്താണ്, ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യൻ്റെ ജീവിതം എന്താണ്, മനുഷ്യൻ മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നത്, മരിച്ചതിന് ശേഷം ന്യായവിധിയുണ്ടോ, നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ആരാണ് അവസാനം തെളിയിക്കുന്നത്, ഇത്യാദി അനേക കാര്യങ്ങൾക്ക് ഉത്തരം നൽകി തരുവാൻ നമുക്ക് കഴിയും. ആ പുസ്തകത്തിൻ്റെ പേര് ബൈബിൾ എന്നാണ്. അപ്പോൾ ആ ബൈബിളിൽ ഒരു നാമം പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ നാമം പറയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർ വിചാരിക്കുക ഇതൊക്കെ ഞങ്ങളുടെയും ദൈവമാണ് അവരുടെയും ദൈവമാണ്, ആയിക്കോട്ടെ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞവൻ ആരെങ്കിലും വേറെ ഏതെങ്കിലും പുസ്തകത്തിൽ കാണുവാൻ കഴിയുമോ? എന്ന് മാത്രമല്ല, സൃഷ്ടിച്ചാൽ മാത്രം പോരാ, അതിനെ പരിപാലിക്കുകയും ചെയ്യുകയും അതിൻ്റെ ഓരോ രഹസ്യങ്ങളെയും നമുക്ക് വെളിപ്പെടുത്തി തരികയും ഇനി നാളെ എന്താണ് സംഭവിക്കുന്നതെന്നും നമുക്ക് വെളിപ്പെടുത്തി തരണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ലോകത്തിന് നാളെ എന്ത് സംഭവിക്കുമെന്നും ലോകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും മനുഷ്യൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരങ്ങൾ എന്താണെന്നും ഇനി അവൻ എന്താണ് സംഭവിക്കാൻ പോകുന്നതും ലോകാവസാനത്തിന് ശേഷം എന്താണെന്നും എല്ലാം പ്രതിപാദിക്കുവാൻ കഴിയുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അതിനെയാണ് പൂർണ്ണത ഉള്ള പുസ്തകം. അതാണ് ദൈവം നൽകിയ പുസ്തകം. എന്തെങ്കിലും കാര്യം പറയുന്നതല്ല കാര്യം. ഇനി നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മളെങ്ങനെയാണ് ദൈവത്തെ കണ്ടെത്തുന്നത്. ഒരു മനുഷ്യൻ ആദ്യം ഹൃദയത്തിൽ വിചാരിക്കണം, ദൈവം ആരാണ് എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളത്തിലുണ്ടാകണം. ആരാണ് ദൈവം? ഇപ്പം ഞാനൊരു ഹിന്ദു മതത്തിലാണ് ജനിച്ചത്. കുഞ്ഞുനാളെ തൊട്ട് എന്തിനൊക്കെയോ വേണ്ടി എൻ്റെ ഹൃദയം ദാഹിച്ചിരുന്നു. ഇനി ഒരാൾ മുസ്ലിം ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, ഏത് മതത്തിൽ ജനിച്ചാലും ശരി, നമ്മളൊരു മതത്തിൽ ജനിക്കുവാൻ കാരണം എന്താണ്? ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിക്കാൻ കാരണം എന്നെ ജനിപ്പിച്ച എൻ്റെ അപ്പനും അമ്മയും ഹിന്ദുമത വിശ്വാസിയായിരുന്നു. ഇനി എന്നെ കേൾക്കുന്ന ഒരാൾ ക്രിസ്തീയ മതവിശ്വാസിയായിരിക്കാം, അത് യാക്കോബയോ കത്തോലിക്കനോ ഒക്കെ ആയിരിക്കാം. നീ ഒരു കത്തോലിക്കനായിട്ട് തീരാൻ കാരണം എന്താണ്? നിൻ്റെ അപ്പനും അമ്മയും കത്തോലിക്ക മതവിശ്വാസിയായിരുന്നു. അല്ല, നീ ഒരു മർത്തോമ മതവിശ്വാസിയായിരിക്കുന്നവരുടെ മകനാണെങ്കിൽ നീ മർത്തോമ സഭയിൽ അംഗമാകാനും. ഇനി ഒരുത്തൻ മുസ്ലിം ആയതിൻ്റെ കാര്യം എന്താണ്? നിന്നെ ജനിപ്പിച്ച മാതാവും പിതാവും മുസ്ലിം മതവിശ്വാസി ആയതുകൊണ്ടാണ്. ഇനി നമ്മൾ ഇന്ത്യക്കാരനായതുകൊണ്ടാണ്? ഒരു ഇന്ത്യൻ സിറ്റിസണിലുള്ള മാതാപിതാക്കൾക്ക് ജനിച്ചത് കൊണ്ടാണ്. നമ്മൾ പാകിസ്ഥാനിലാണ് ജനിക്കേണ്ടി വന്നിരുന്നെങ്കിലോ, അത് നമ്മുടെ അപ്പനും അമ്മയും പാകിസ്ഥാനി ആയിരുന്നെങ്കിൽ നമ്മൾ പാകിസ്ഥാനിൽ ജനിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഞാനൊന്ന് ഏകദേശം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതല്ലേ ശരി? അപ്പോൾ നമുക്ക് ജന്മം കൊണ്ട് കിട്ടുന്ന ഒന്നിലും എന്തില്ല, ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. എന്ന് വെച്ചാൽ ക്രിസ്തീയ മതത്തിലോ ഹിന്ദു മതത്തിലോ ഇസ്ലാം മതത്തിലോ ലോകത്തിലുള്ള ഒരു മതത്തിലും ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയത്തില്ല. ആ കാര്യം നിങ്ങൾ സമ്മതിച്ചല്ലോ? സമ്മതിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ നമ്മൾ കണ്ടെത്തിയിരുന്നുവെങ്കിൽ, ദൈവം എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. ആ ഏക ദൈവത്താലാണ് ഈ ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടെന്ന് ഈ ബൈബിൾ രേഖപ്പെടുത്തുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് ഈ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ മറ്റൊരു പുസ്തകത്തിലും അത് എഴുതിയിട്ടില്ല. ഈ ബൈബിളിൻ്റെ വചനത്തിൻ്റെ ആദ്യ അനുഭവം ഇതാണ്. അവസാനം കൊണ്ട് നിർത്തുന്നത് ആമേൻ കർത്താവായിരിക്കുന്ന യേശുവേ വേഗം വരണമെന്നോ, അല്ലെങ്കിൽ വരണമേ. അപ്പോൾ യേശുക്രിസ്തു മടങ്ങി വരണം. ഇതാണ് ഈ ബൈബിളിൻ്റെ അവസാന തുക. അപ്പോൾ ഇനി ഞാൻ ദൈവത്തെ ഒരാൾ എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തൊരു ജനമുണ്ടായിരുന്നു, ഇസ്രായേൽ ജനം. ആ ഇസ്രായേൽ ജനത്തിന് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുവൻ എങ്ങനെ ദൈവത്തെ കണ്ടെത്താമെന്നും ആ ദൈവത്തിൽ എങ്ങനെ ആശ്രയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമല്ലോ, ലോകത്തിൻ്റെ ഉൽപ്പത്തി, അതിനുശേഷം ദൈവം ഓരോ ജീവജാലങ്ങളെയും തൻ്റെ വാക്കുകളാൽ, വചനത്താൽ സൃഷ്ടിച്ചു. ഉണ്ടായി വരട്ടെ എന്ന് കൽപ്പിച്ചു, ഉണ്ടായി വന്നു. അപ്പോൾ ഒരിക്കലും ഈ ആകാശവും ഭൂമി ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിനെ ഉണ്ടായി വരട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഇത്ര മനോഹരമായിട്ട്, ഇത്ര കൃത്യതയോടുകൂടി, എന്താണ്, ഒരു കുറവുമില്ലാത്ത ഒരു ഭൂമി ഉണ്ടായി വന്നു. അപ്പോൾ ഇല്ലാത്തതിൽ നിന്നാണ് ഇതിനെ സൃഷ്ടിച്ചത്. അവനാണ് ദൈവം. അപ്പോൾ അതിനുശേഷം സൂര്യനെ സൃഷ്ടിച്ചു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. ഞാനിത് വേഗത്തിൽ പറഞ്ഞു ഒരു വചനം പറയാനാണ്. ഇങ്ങനെ അതിനുശേഷം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം ഒരു മനുഷ്യനെ മാത്രമേ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളൂ എന്ന് ബൈബിൾ രേഖപ്പെടുന്നു. ഒറ്റ മനുഷ്യനെ. എന്ന് വെച്ചാൽ നമ്മളെ ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഓരോ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് താൻ ജീവശാസ്ത്രം, അതായത് മണ്ണുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ ഈ മണ്ണിലുള്ള എല്ലാ ധാതുക്കളും അതേ അനുപാതത്തിലുണ്ട്. അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം, ഓരോ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവനെ അനുഗ്രഹിച്ചു. നിങ്ങൾ ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇഴജാതികളുടെ മേലും സമുദ്രത്തിലെ ജീവജന്തുക്കളിലും വാഴുവിന്, നിങ്ങളെ സന്താന പുഷ്ടിയുള്ളവരായിട്ട് ഭൂമി മുഴുവൻ നിറയുവിൻ. അപ്പോൾ ഒരേ ഒരു പുരുഷനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ആ പുരുഷൻ്റെ ഉള്ളത്തിൽ അവൻ്റെ ഇണയായിരിക്കുന്ന, ആ ഭാര്യയായിരിക്കുന്ന ആ സ്ത്രീയെ കൂടെ അവൻ്റെ ഉള്ളത്തിൽ ദൈവം സൃഷ്ടിച്ചിരുന്നു. കാരണം പുരുഷനിൽ നിന്നത്രേ സ്ത്രീ ഉണ്ടായി വന്നത്. അപ്പോൾ അങ്ങനെ പുരുഷനെ നിദ്ര പ്രാപിപ്പിച്ചിട്ട് അവനിൽ നിന്ന് തന്നെയാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്. അതിന് 6000 വർഷത്തെ ചരിത്രമുള്ളെന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഏക പുരുഷനും ഏക ഭാര്യയും അവർ ദൈവത്തിൻ്റെ മക്കളും വിശുദ്ധന്മാരുമായിരുന്നു. പാപമില്ല. കാരണം പാപമുള്ള ഒന്നും ദൈവമല്ല. 2, നമ്മൾ സൃഷ്ടിച്ചത് ദൈവമല്ല, ഉണ്ടായി വന്നതും ദൈവമല്ല.
അപ്പോൾ ഉണ്ടായി വരുന്ന ഒരു കാര്യം ദൈവമാണെങ്കിൽ നമുക്ക് വലിയ ചോദ്യങ്ങളുണ്ട്, എവിടെ നിന്നുണ്ടായി? അപ്പോൾ ഇത് നമുക്ക് എന്താണ്, അനാദികാലം മുതൽ അത്രമാത്രമേ ഇപ്പോൾ നമുക്ക് ദൈവത്തെ പറ്റി പറയാനൊക്കത്തുള്ളൂ. ഉണ്ടായി വന്നത് ദൈവമല്ല, ഉണ്ടാക്കപ്പെട്ടതും ദൈവമല്ല. അപ്പോഴെന്താണ്, ദൈവം എന്നും എന്നും ഉള്ളവനാണ്, ഇന്നലെയും ഇന്നും നാളെയും ഉള്ളവനാണ്, എ ടു ഇസഡ്. അപ്പോൾ അങ്ങനെ ദൈവം സകലത്തിനെയും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ ദൈവത്തിൻ്റെ അതേ രൂപത്തിൽ ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ എല്ലാത്തിനും ഉണ്ടായി വരട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായി വന്നു, മനുഷ്യനൊഴികെ. എന്നാൽ മനുഷ്യനെ സ്വന്തം കൈകൊണ്ട് മണ്ണ് കുഴച്ച് മനുഷ്യൻ്റെ പ്രതിമയുണ്ടാക്കി അതിൽ ജീവശ്വാസം ഊതി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനും ദൈവവും കൂടി ഒന്നിച്ച് ജീവിക്കണമെന്നായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം. അതായത് ദൈവത്തിൻ്റെ അതേ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനും ദൈവവും കൂടെ ഒരേ അനുഭവത്തിൽ ജീവിക്കണം. കാരണം ദൈവം വിശുദ്ധനാണ്, അവൻ മരണമില്ലാത്തവനാണ്. മരണമുള്ളവൻ ദൈവമല്ല, മരിച്ചു പോകുന്നവൻ ദൈവമല്ല, ഇല്ലാതായിത്തീരുന്നവൻ ദൈവമല്ല, ദ്രവിച്ചു പോകുന്നവനും ദൈവമല്ല. അപ്പോൾ ഈ ഭൂമിയിൽ വന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, മരണമുള്ളവരാണ്. ദൈവമെന്ന് പറഞ്ഞവരും ഞാൻ തന്നെയാണ് ദൈവമെന്ന് സ്വയമായിട്ട് പറഞ്ഞ ചില മനുഷ്യരുണ്ട്. പക്ഷേ അവർ ദൈവമാണെന്ന് അവരുടെ പ്രവൃത്തിയാലോ അവരുടെ മരണം കൊണ്ടോ തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, അവരൊന്നും പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുവല്ല, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവനെന്താണ്, മരണത്തെ ജയിക്കുന്നവനായിരിക്കണം. അപ്പോൾ അതായത് ദ്രവിച്ചു പോകാത്തവനായിരിക്കണം. ദ്രവിച്ചു പോകുന്നൊന്നും ദൈവമല്ല, ദൈവത്തിൽ നിന്ന് വന്നതുമല്ല. അപ്പോൾ അത്രയും ഒരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് വിട്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? പക്ഷേ ആ ആദ്യത്തെ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയായിപ്പോൾ നമ്മുടെ അനുഭവത്തിലേക്ക് വരുവാൻ കാര്യം എന്താണ്? ദൈവം എന്തെങ്കിലും മോശമായിട്ട് സൃഷ്ടിക്കുമോ? തെറ്റുള്ള എന്തെങ്കിലും പ്രവൃത്തി ദൈവം ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഈ ഭൂമി ഇങ്ങനെ സൃഷ്ടിക്കുകയും മനുഷ്യനെ സൃഷ്ടിക്കുകയും ഇപ്പോൾ നമ്മൾ കാണുന്ന ലോകം മുഴുവൻ ഇങ്ങനെ കഷ്ടത്തിലും ദുഃഖത്തിലും നിരാശയിലും പ്രയാസത്തിലുമായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ദൈവമല്ല എൻ്റെ ഉത്തരവാദി. ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് ചെയ്തവനാണ്, എല്ലാം നല്ലതായിട്ട് ചെയ്തവനാണ്. പക്ഷേ ഇങ്ങനെ ഭൂമി ഇങ്ങനെ പാഴും ശൂന്യമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് യുദ്ധങ്ങളെ, ക്ഷാമങ്ങളെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങൾ, ഇതിൻ്റെ എല്ലാം കാരണം നമ്മുടെ പാപമാണ്. അപ്പോൾ പാപം എവിടുന്ന് വരുന്നു? ദൈവത്തിൽ പാപമില്ലെങ്കിൽ പിന്നെ പാപം എവിടുന്ന് വരുന്നു? പ്രിയപ്പെട്ടവരെ, ആ വിഷയം പറഞ്ഞാലും ഒത്തിരി പോകുന്നതുകൊണ്ട് അതവിടെ വെച്ചാൽ ആദ്യ മനുഷ്യനായിരിക്കുന്ന ഈ ആദം എന്ന് പറഞ്ഞ മനുഷ്യൻ ദൈവത്തോടുകൂടെ എന്നേക്കും ജീവിക്കാൻ യോഗ്യനാണോ എന്ന് ദൈവം പരീക്ഷിക്കുന്ന ആളിൽ ആ പരീക്ഷയിൽ മനുഷ്യൻ പരാജയപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ കൽപ്പനയെ നിഷേധിച്ച് സാത്താൻ്റെ കൽപ്പന അനുസരിക്കുക വഴി ദൈവത്തെ അവൻ തള്ളിക്കളയുകയും സാത്താനെ അവൻ അപ്പനായിട്ട് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വെച്ചാൽ ഇപ്പോൾ ആദം ദൈവത്തിൻ്റെ മകനും വിശുദ്ധനുമായിരുന്നുവെങ്കിലും പാപം ചെയ്ത നാളിൽ അവൻ സാത്താൻ്റെ സന്തതിയും പാപിയുമായിട്ട് ആത്മാവിൽ രൂപാന്തരപ്പെട്ടു. കാരണം ദൈവം ആത്മാവാണ്, സാത്താനും ആത്മാവാണ്. അപ്പോൾ ആത്മാവിലൊരു ചേഞ്ചസ് വന്നു. വെളിച്ചമായിരുന്ന ഈ മനുഷ്യൻ്റെ ആത്മാവ് ഇപ്പോൾ ഇരുൾ മൂടി, അതായത് സാത്താൻ്റെ അധികാരത്തിലേക്ക് വന്നു. അപ്പോൾ മനുഷ്യനാണ്, ദൈവം ഈ ഭൂമി മുഴുവനും മനുഷ്യന് കൊടുത്തിരുന്നു. മനുഷ്യനോട് പറഞ്ഞു സകലത്തിന് മേലും വാഴുവാൻ, അതായത് ഉരകജാതി പാമ്പിൻ്റെ മേലും വാഴുവാൻ ദൈവം മനുഷ്യന് അധികാരം, സകലത്തിന് മേലും വാഴുവാനുള്ള അധികാരമാണ് ദൈവം മനുഷ്യന് കൊടുത്തത്, ഭൂമിയിലുള്ള സകലത്തിന് മേലും. എന്നാൽ മനുഷ്യൻ പാപം ചെയ്യുന്ന ആളിൽ അവൻ സാത്താന് കീഴടങ്ങി, സാത്താന് വിറ്റ് കളഞ്ഞു. അപ്പോഴെന്താണ്, ദൈവം മനുഷ്യന് കൊടുത്ത ഈ ഭൂമിയും ഇതിലുള്ള സകല ജീവജാലങ്ങളും സാത്താൻ്റെ അധികാരത്തിൻ്റെ കീഴിലേക്ക് വന്നു. അവിടെ മരണമുണ്ടായി, ദുഃഖമുണ്ടായി, കണ്ണുനീരുണ്ടായി, നിലവിളിയുണ്ടായി. ഇപ്പോൾ കാണുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം ഈ ലോകം മുഴുവനും സാത്താൻ്റെ അധികാരത്തിലേക്ക് ഈ ആദ്യ പുരുഷനായിരിക്കുന്ന ആദം കൊടുത്തത് വഴിയാണ്. പക്ഷേ അതിനുശേഷം പാപം ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് സന്തതികളുണ്ടാകുന്നത്. ആ സന്തതികൾ ദൈവത്തിൻ്റെ സന്തതിയല്ല, സാത്താൻ്റെ സന്തതിയായിട്ട്, ആദമിൻ്റെ സന്തതിയായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടു. എന്നുവെച്ചാൽ ദൈവത്തെ അറിയാത്ത, ദൈവസ്നേഹമില്ലാത്ത, എപ്പോഴും സാത്താൻ്റെ പ്രവൃത്തികൾ മാത്രം ചെയ്യുന്ന പാപ സ്വഭാവമുള്ളവരായിട്ട് രൂപാന്തരം ചെയ്തു. ആ ഒരു പുരുഷൻ്റെ രക്തത്തിൽ നിന്നാണ് ഈ ഭൂമിയിലെ സകല ജാതി മതസ്ഥരും സൃഷ്ടിക്കപ്പെട്ടത്. ഒരേ ഒരു പുരുഷൻ്റെ രക്തത്തിൽ നിന്നാണ് എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ പാപനിമിത്തം ആത്മാവിൽ നമ്മൾ മരിച്ചുപോയ നമ്മൾ, ഇരുട്ട് വന്ന നമുക്ക് ദൈവം ആരെന്ന് കണ്ടെത്തുവാൻ കഴിയാതെയായി. അപ്പോൾ പിന്നെ ദൈവത്തെ അന്വേഷിക്കുകയാണ്. ഇതാണ് സകല മതങ്ങളും പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ മതങ്ങളും, ക്രിസ്തീയ മതം ഉൾപ്പെടെ എല്ലാ മതങ്ങളും നല്ല ഉപദേശങ്ങൾ തരുന്നുണ്ട്. പക്ഷേ പാപമോചനം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുവാൻ ഒരു മതത്തിനും ക്രിസ്തീയ മതത്തിനും കഴിഞ്ഞിട്ടില്ല. ഈ വേദപുസ്തകം ക്രിസ്തീയ മതവിശ്വാസികളുടെ കരങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന പാപമോചനം അല്ലെങ്കിൽ ദൈവത്തിലേക്കുള്ള വഴി ക്രിസ്തീയ മതവിശ്വാസികളോ അല്ലെങ്കിൽ എന്താണ് പള്ളിയിലച്ചന്മാരോ തിരുമേനി എന്ന് പറയുന്നവരോ പോപ്പോ ആരും കണ്ടെത്തിയിട്ടില്ല. അവർ തന്നെ ദൈവമായിട്ട്, ദൈവമല്ലതാനും നാളെ മരിച്ച നരകത്തിലേക്ക് പോകുന്നവരായിട്ടും പാപിയായിട്ടും അവരെ തന്നെ ദൈവമായിട്ട് വാഴിച്ചുകൊണ്ടും തമ്മിൽ ദൈവമേ അല്ലെങ്കിൽ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടും അവരും ദൈവമില്ലാത്തവരായിട്ട് നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോവുകയാണ്. ഇവിടെയാണ് ഞാൻ യേശുക്രിസ്തുവിനെ പറയുന്നത്. അപ്പോൾ ഇനി യേശുക്രിസ്തുവിൻ്റെ വരവും അവൻ്റെ കാര്യങ്ങളുമൊക്കെ എന്നെ കേൾക്കുന്ന എല്ലാവരും ഹിന്ദുക്കളായാലും ഏത് മതവിശ്വാസികളായാലും നിങ്ങൾക്ക് അറിവുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞ ഒരു വചനം പറയാനാണ് ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത്. യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പിതാവ് സകലവും എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നതിനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? അപ്പോൾ നമ്മൾ ദൈവമെന്ന് പറഞ്ഞത് പിതാവായ ദൈവം, സ്വർഗത്തിലിരിക്കുന്ന ഒരു ദൈവം, ഏകദൈവം. അവനെ നമുക്കാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുമില്ല. എന്നാൽ ദൈവം ആരെന്ന് നമ്മളെ തെളിയിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രൻ, അതായത് ആത്മരൂപിയായിരിക്കുന്ന തൻ്റെ പുത്രൻ, ഒരു മനുഷ്യനായിട്ട്, നമ്മളെപ്പോലെ ഒരു മനുഷ്യ ശരീരമുള്ളവനായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടവനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ അറിഞ്ഞവൻ പിതാവിനെ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തെ ഈ ഭൂമിയിൽ ആരും കണ്ടിട്ടില്ല, ഇന്നവരെ കണ്ടിട്ടില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ അറിഞ്ഞവൻ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു. ഈ ബൈബിളിനകത്തൊരു വചനമുണ്ട്, അവനിലല്ലയോ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായിട്ട് വസിക്കുന്ന. ആരിൽ? യേശുക്രിസ്തുവിൽ. അപ്പോൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞവനാണ് ദൈവത്തെ അറിഞ്ഞവൻ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ സ്വന്തമായിട്ട് വന്നില്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ്. അപ്പോൾ നശിച്ചു പോകുന്ന മനുഷ്യർക്ക് നിത്യജീവനെ നൽകി കൊടുക്കുവാനാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ആദം പാപം ചെയ്തപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ജീവൻ മടക്കി തരണം, അല്ലെങ്കിൽ അതുവഴി ആ ജീവനുള്ള ശരീരമായിട്ട് തീർന്നിട്ട് ആ ദൈവജീവൻ നമ്മളിലേക്ക് വന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടെ പ്രാപിച്ച് നമ്മൾ എന്നേക്കും ജീവിക്കണം. ഇതാണ് ദൈവത്തിന് എല്ലാ മനുഷ്യരെയും പറ്റിയുള്ള പദ്ധതി. അപ്പോൾ ദൈവം എത്ര പേരുണ്ട്? ഒരേ ഒരാൾ, ഒരേ ഒരു സൂര്യനേ ഉള്ളൂ. ആ സൂര്യനെ സൃഷ്ടിച്ചവനാണ് ദൈവം. അപ്പോൾ ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരണമെങ്കിൽ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ആദം മുഖാന്തരം, ആദ്യത്തെ പുരുഷൻ മുഖാന്തരം നമ്മളിലേക്ക് കടന്നു വന്ന ദൈവത്തോടുള്ള ശത്രുത്വം, പാപമാണ്. ആ പാപം നമ്മളിൽ നിന്ന് മായ്ക്കപ്പെടാതെ ഒരിക്കലും നമുക്ക് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അല്ലെങ്കിൽ വെളിച്ചമായിരിക്കുന്ന ദൈവത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ പാപിയായി തീർന്നതിൻ്റെ കാര്യം, ദൈവത്തിൻ്റെ ശത്രുവായിട്ട് തീർന്നതിൻ്റെ കാരണം നമ്മളല്ല, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യൻ ചെയ്ത പാപത്താലാണ്. അവൻ്റെ രക്തത്തിൽ പിറന്നതുകൊണ്ട് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ ശത്രുക്കളായിട്ട് തീർന്നു പോയതാണ്. അതായത് ഞാനൊരു ചെറിയ ഉപമ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം, പടി അടച്ച് പിണ്ടം വയ്ക്കുക. അത് ഈ ബ്രാഹ്മണ കുലത്തിലാണ് ആണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ എന്താണ്, ആ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി അന്യപുരുഷനെ വിവാഹം കഴിച്ചാൽ, സ്നേഹിച്ചോ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ പെൺകുട്ടിയുടെ പിണ്ടാടി എന്ന് വെച്ചാൽ മരണാനന്തര അടിയന്തരം ഈ കുടുംബം ചെയ്യും. ഇനി അങ്ങനെ ഒരു മോൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, പക്ഷേ ചത്തുപോയി, മരിച്ചുപോയി. അതാണ് പിണ്ടാടി. എന്നാൽ ഇനി ആ കുട്ടിയുമായിട്ട് യാതൊരു ബന്ധവും കുടുംബത്തിനില്ല. അപ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും എന്താണ്, ഈ കുടുംബത്തിൽ ഇനി അവകാശമില്ല എന്ന വണ്ണം, ഈ പടിയടച്ച് പിണ്ടം വെക്കുന്ന ഈ ഒരു ഉപമയ്ക്കൊത്തവണ്ണം ദൈവം മനുഷ്യൻ പാപം ചെയ്യുന്ന ആളിൽ സ്വർഗം അടച്ചു കളഞ്ഞു. ഇനിയും ആ ആദമിനും ഹവ്വായ്ക്കും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും ദൈവവുമായിട്ട് ബന്ധമില്ല, പുറംജാതിയായിപ്പോയി. അങ്ങനെയാണ് സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരായിട്ട് തീർന്നത്. അപ്പോഴെന്താണ്, ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞോ? ഒരു നാളുമില്ല. ദൈവത്തിന് നമ്മളെ മടക്കി കൊണ്ടുവരണം. എന്താണ് മടക്കി കൊണ്ടുവരണമെങ്കിൽ? നമ്മുടെ പാപം ക്ഷമിക്കപ്പെടണം, പാപം മായ്ക്കപ്പെടണം. അതിന് ദൈവം ചെയ്ത വഴിയാണ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവപുത്രനായിരിക്കുന്ന, ദൈവവചനമായിരിക്കുന്ന, തൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ, യേശു എന്ന ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്നുള്ള അർത്ഥത്തിൽ യേശു എന്ന നാമത്തോടു കൂടി ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് അയച്ചു. ഇതെന്നു മുതലാണ് ദൈവത്തിൻ്റെ പദ്ധതി? ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദം സൃഷ്ടിക്കപ്പെട്ട നാളിൽ അവൻ പാപം ചെയ്യുമ്പോൾ തന്നെ ഈ യേശുക്രിസ്തുള്ള പാപമോചനവും ദൈവം കൽപ്പിച്ചിരുന്നു. അങ്ങനെ ആ ക്രിസ്തു ലോകത്തിലേക്ക് വരികയും അവനിതാ ജനങ്ങളോട് പറയാണ്, യഹൂദന്മാരോട് പറയാണ്, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, എന്ന് വെച്ചാൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവമല്ലാതെ ആരും എന്നെ അറിയുന്നില്ല. എന്നിട്ട് പറയുകയാണ്, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നതിനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. ഈ പിതാവല്ലാതെ ആരും എന്നെ അറിയുന്നില്ല. ഞാനൊരു മനുഷ്യനെ പിതാവിനോട് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിതാവിനുള്ളവനാണ്. എന്നുവെച്ചാൽ പിതാവെ, ഇവനെ നമുക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് യേശുക്രിസ്തു പിതാവിനോട് സംസാരിച്ചാൽ ആ റെക്കമെൻഡേഷനിൽ മാത്രമേ പിതാവ് ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയിലച്ചന്മാരോ പുരോഹിതന്മാരോ ഹിന്ദു ബ്രാഹ്മണ കുടുംബമോ ഇവരൊന്നും ചെയ്യുന്ന പൂജകളിലും കർമ്മങ്ങളിലും പ്രാർത്ഥനയിലും ഒന്നും ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയത്തില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുക്രിസ്തു അവനെപ്പറ്റി പിതാവിനോട് പറയണം, ഇവനെ പിതാവെ നമ്മുടെ സ്വർഗത്തിലേക്ക് കയറ്റണം. അപ്പോൾ യേശുക്രിസ്തു യേസ് എന്ന് പറഞ്ഞാൽ യെസ്, നോ എന്ന് പറഞ്ഞാൽ നോ. അപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ആദ്യം ആരുടെ അടുത്ത് ചെല്ലണം? യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെല്ലണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. അപ്പോൾ ദൈവത്തിലേക്കുള്ള ഏക വഴി, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏക വഴി ഞാനാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം എന്നതിൻ്റെ അർത്ഥം. അതായത് സത്യം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അത് ദൈവം, അത് ഞാനാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ ആദം പാപം ചെയ്യുന്ന ആളിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയതാണ്. ജീവനില്ലാത്ത മനുഷ്യന് നിത്യജീവൻ, എറ്റേണൽ ലൈഫ് കൊടുക്കുന്നത് ഞാനാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ഉള്ളവനായിട്ട് ലോകത്തിലേക്ക് ഞാൻ ഇറങ്ങി വന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവം ദ്രവിച്ചു പോകാത്തവനാണെന്ന്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ,
ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇതിനൊക്കെ ശേഷമാണ് ക്രൂശീകരണത്തിലേക്ക് പോകുന്നത്. അത് പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിലാണ്. ഇതൊക്കെ ഞാൻ അനേക വീഡിയോയിൽ കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പരസ്യങ്ങളൊക്കെ എടുത്ത് കണ്ടാൽ കുറച്ചൊക്കെ മനസ്സിലാകും. അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ്സ് എഴുതി അറിയിക്കാമെങ്കിൽ ഞാൻ ഓരോന്നിനും കൃത്യമായിരിക്കുന്ന ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്നിട്ട് എന്താണ് പറയുക, എന്നിട്ട് പറയുകയാണ്, പുത്രനും വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നുള്ളത് ആരും പിതാവിനെ അറിയുന്നതുമില്ല. ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആവട്ടെ, ഇനി ഈ വചനം പറയാനായിട്ടാണ് ഞാനിതെടുത്തത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ എന്ന് അധ്വാനിക്കുന്നവരെ പറ്റിയാണ് പ്രിയപ്പെട്ടവർ. നമ്മൾ ഈ വാചനം കേൾക്കുമ്പോൾ പലപ്പോഴും ഓർക്കും കടം കയറി മുടിഞ്ഞവർ, പിന്നെന്താണ് കുഞ്ഞുങ്ങളെ കെട്ടിക്കാൻ പണം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ, ബാങ്കിലെ ലോൺ അടയ്ക്കാൻ ശ്രമിക്കുന്നവർ, അല്ല തടി ചുമന്നവർ, മണൽ ചുമന്നവർ, കല്ല് ചുമന്നവർ, ഇങ്ങനെ ഭൗതികമായിരിക്കുന്ന അധ്വാനിക്കുന്നവരൊക്കെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്നാൽ അവൻ ആശ്വസിക്കാം എന്നാണ് നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതല്ല. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ വേണ്ടി അധ്വാനിക്കുന്നവരെ എന്ന് വെച്ചാൽ, ഞാൻ പറയാം, ഹിന്ദുക്കളായിരിക്കും നമ്മളിങ്ങനെ പണ്ട് പറയും, എന്താണ്, ഗംഗയാറ്റിൽ പോയി മുങ്ങിയാലേ പാപമോചനം കിട്ടും. ഇപ്പം ഗംഗയാറ്റിൽ മുങ്ങിപ്പോയി പാപമോചനം നേടാൻ പോകുന്ന വ്യക്തികളെ അവിടെ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇവിടെ ക്രിസ്തീയ മതവിശ്വാസികൾക്ക് വേറെ ഒത്തിരി പരിപാടിയുണ്ട്, ഒത്തിരി ഹിന്ദുക്കൾക്ക് ഇല്ലാത്ത പരിപാടി മുഴുവൻ ഇവർക്കുണ്ട്. ഈ ബൈബിളൊക്കെ അവരുടെ കയ്യിൽ വെറുതെ ഇരിക്കാം. അപ്പോൾ എന്താണ്, പരിമല പോകുന്നു, പിന്നെ ഇങ്ങനെ പോകുന്നു, വേളാങ്കണ്ണി പോകുന്നു, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള രീതിയിലാണ് പോകുന്നത്. ദൈവത്തെ ആരെന്ന് അറിയത്തില്ല, യേശു ക്രിസ്തു ആരെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ വേളാങ്കണ്ണി പോകുന്നവരെ, പരിമല പോകുന്നവരെ, പിന്നെന്താണ്, നമുക്കറിയാം, ഞാനും പണ്ട് ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. എന്തിനാണ് പോകുന്നത്? അവിടെ പറയുന്നുണ്ട് പമ്പയിൽ മുങ്ങിക്കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്ന്. അതെല്ലാ വർഷവും ചെയ്ത മോക്ഷമൊന്നും കിട്ടിയില്ല. അപ്പോൾ നോക്ക് പ്രിയരെ, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി, അതാണ് പാപമോചനത്തിന് വേണ്ടി ഇങ്ങനെ തീർത്ഥാടനങ്ങളും വഴിപാടുകളും യാഗങ്ങളും ഒക്കെയും ചെയ്യുന്നവരെ, ഇല്ലാത്ത പണം മുടക്കിയില്ലേ, കടം മേടിച്ചില്ലേ നമ്മൾ ഇതിനൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഓരോ വർഷം സ്വരൂപിക്കില്ലേ. ഇനി മുസ്ലിങ്ങളും ഒക്കെ പോകുന്നു, എല്ലാ വർഷം അവിടെ പോകുന്നതിൻ്റെ പുണ്യകാര്യമായിട്ട് അവർ കാണുന്നു. അപ്പോൾ അവിടെ പോയിട്ട് പാപമോചനം കിട്ടിയോ? ഞാൻ മുസ്ലിങ്ങളോട് സംസാരിച്ചു, അവർ പറഞ്ഞു എവിടെ കിട്ടിയോ? മക്കയിൽ പോയിട്ടുള്ള ഹജ്ജിന് പോയിട്ടുള്ള മുസ്ലിങ്ങളോട് ഞാൻ സംസാരിച്ചു, പാപമോചനം കിട്ടിയോ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആർക്ക് കിട്ടാനാ? ഒരു പക്ഷേ ചത്ത് കഴിഞ്ഞ് അവിടെ ചെന്നാൽ ചിലപ്പം കിട്ടിയേക്കുമായിരിക്കുന്നു. അപ്പോൾ എന്താണ്, അതുകൊണ്ടും പാപമോചനം കിട്ടുന്നില്ല. അപ്പം മക്കയിൽ പോകുന്നവരും, ശബരിമലയ്ക്ക് പോകുന്നവരും, പിന്നെന്താണ് പരുമലപ്പള്ളി പോകുന്നവരും, വേളാങ്കണ്ണി പോകുന്നവരും, പിന്നെന്താണ് നമുക്ക് പാപപരിഹാരമായിട്ട് നമ്മൾ ഒത്തിരി ഗംഗയിൽ പോകുന്നവരും ഒക്കെ ആയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്, ആ യഹൂദന്മാരോട് പറയുമ്പോൾ അവരെന്താണ്, ഈ യേശു ക്രിസ്തുവിനെ അവർ അംഗീകരിക്കാതെ അവർ പല യാഗങ്ങളും കർമ്മങ്ങളും ചെയ്യുന്നവരാണ്. എന്താണ്, കാളകളെ അറക്കുന്നു, പിന്നെ ഈ പക്ഷികളെ അറക്കുന്നു, അവരവരുടെ പാപത്തിനൊത്തവണ്ണം. അതൊക്കെ അവരുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞതുമാണ്. പക്ഷേ അവർക്ക് പാപമോചനം. ഇതെല്ലാം ദൈവം ചെയ്യാൻ അവരോട് കൽപ്പിച്ചത് വരുവാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ യാഗത്തെ അവർക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ യാഗം കഴിക്കുന്നവരും, ബലി കഴിക്കുന്നവരും, തീർത്ഥാടനം ചെയ്യുന്നവരും, മല കയറുന്നവരും, ഗംഗയാറ്റിൽ പോകുന്നവരും, പമ്പയെ മുങ്ങുന്നവരും, പരുമല പോകുന്നവരും, വേളാങ്കണ്ണി പോകുന്നവരും ഒക്കെ ആയിട്ടുള്ളവരെ വർഷാവർഷം ഇതെല്ലാം ചെയ്യുന്നില്ലയോ? എന്തുമാത്രം നോയമ്പാണ് ക്രിസ്ത്യാനികൾ നോക്കുന്നത്. മറ്റുള്ളവരും അങ്ങനെ നോക്കുന്നത് ഭക്ഷണം കഴിക്കാതെ ഉമിനീര് പോലും ഇറക്കാതെ എല്ലാ വർഷവും ചെയ്തിട്ടും മരിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നതെന്നോ ദൈവം ആരാണെന്നോ അറിയത്തില്ല. അപ്പോൾ കർത്താവ് പറയാണ്, അതെല്ലാം ഒന്ന് നിർത്തിക്കേ, വർഷങ്ങളൊത്തിരി ആയല്ലോ, ഇതേവരെ ദൈവമാരെന്ന് അറിഞ്ഞില്ല, എന്നാൽ എന്നിലേക്കും തിരിഞ്ഞേ. എങ്കിലേക്ക് തിരിഞ്ഞവരുടെ മുഖം എന്താണ്, പ്രകാശിതമായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതെല്ലാം വിട്ടിട്ട് എൻ്റെ അടുത്തോട്ട് വന്നേ. എന്നിട്ട് പറഞ്ഞത്, പാപമോചനത്തിന് വേണ്ടി അധ്വാനിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞാൽ വഴിപാടുകളും യാഗങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും ഇല്ല ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ചെയ്യുന്നവരെ നിങ്ങൾക്കത് അവിടെ കിട്ടത്തില്ല. ക്രിസ്തീയ മതമായാലും ഹിന്ദു മതമായാലും ഇസ്ലാം മതമായാലും ലോകത്തിലെ ഏത് മതമായാലും ബുദ്ധിസമായാലും ആർക്കും പാപമോചനം കിട്ടത്തില്ല. പാപമോചനം നേടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ പാപമോചനം നൽകി തന്ന് നിന്നെ സത്യദൈവമായിരിക്കുന്ന ഏക ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒരേ ഒരു സ്വർഗ്ഗമേ ഉള്ളൂ, ഒരു വാതിലേ ഉള്ളൂ, ആ വാതിൽ കൂടെ ഞാൻ നിന്നെ അകത്ത് കയറ്റാം, എൻ്റെ അടുക്കൽ വന്നെച്ചാൽ മതി എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ഇവിടെ യാഗം വേണ്ട, കർമ്മം വേണ്ട, ബലി വേണ്ട, പണം മുടക്കില്ല, ഒന്നുമില്ല. കാരണം എന്തെന്നറിയാമോ, നമുക്ക് ദൈവവുമായിട്ട് തടസ്സമുണ്ടായിരുന്ന പാപത്തിൻ്റെ ശിക്ഷ, പാപത്തിൻ്റെ ശമ്പളം മരണമാണ് പ്രിയപ്പെട്ടവരെ. ആ ശിക്ഷ എന്താണ്? നിങ്ങൾക്ക് പകരക്കാരനായിട്ട് ഞാൻ ദൈവകോടതിയുടെ മുമ്പിൽ ഏൽക്കാനാണ് സ്വർഗം വിട്ടിറങ്ങി വന്നത്. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ഇവിടെ മരിച്ചു. അപ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ യേശുക്രിസ്തു ഏറ്റത് വഴി, ആ യേശുക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റു എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിനെ, പിതാവിനെ പരിചയപ്പെടുത്താൻ കഴിയും. ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. ക്രിസ്തീയ മതക്കാരെ ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ല. അവർക്ക് മതമാണ് വലുത്, അവർക്ക് എന്താണ് പാരമ്പര്യമാണ് വലുത്. അവർ തന്നെ തുറന്ന് പറയാറുണ്ട്. കത്തോലിക്കരോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ബൈബിളല്ല വലിയ കാര്യം, ഞങ്ങൾക്ക് പാരമ്പര്യം. അപ്പോൾ അവർ സ്വർഗത്തിൽ പോകുമ്പോൾ ഒരു കാലവുമില്ല. അവർ മാനസാന്തരപ്പെട്ടാലേ സ്വർഗത്തിൽ പോകുള്ളൂ. അപ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ, ഏത് ജാതി പദസ്ഥരും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു പാപമോചനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് വ്യക്തി ഉണ്ടെങ്കിലും
അവൻ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. നോക്ക് പ്രിയപ്പെട്ടെ, ഞാൻ ആദ്യം പറഞ്ഞു ദൈവം ദ്രവിച്ചു പോകാത്തവനാണ്. അവനൊരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റാണ് മരിച്ചത്. പക്ഷേ മരിച്ചവൻ അടക്കപ്പെട്ടുവെങ്കിലും അവൻ ദ്രവിച്ചു പോയില്ല പ്രിയരെ. അവൻ ദ്രവത്വം കാണാതെ എടുക്കപ്പെട്ടു. ഇതാണ് അവൻ ദൈവപുത്രൻ തെളിയിച്ചത്. അതുകൊണ്ട് റോമാലേഖനം 1:5 ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അവൻ ദാവീദിൻ്റെ സന്തതിയായിട്ട് കടന്നു വന്നുവെങ്കിലും, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. ദാവീദിൻ്റെ സന്തതിയായിട്ട് അവൻ വന്നുവെങ്കിലും അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്ക വഴി അവൻ ദൈവത്തിൻ്റെ മകനെന്ന് വിളിക്കപ്പെട്ടു. അത് ഞാൻ പറയാം. ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണ്ണയിക്കുകയും ചെയ്തു. അവൻ ഈ വന്ന് വലിയ കാര്യം ചെയ്തുകൊണ്ടല്ല ഞാൻ പറഞ്ഞു, അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവൻ ദൈവപുത്രനെന്ന് അംഗീകരിച്ചേ പറ്റും. അപ്പോൾ അവൻ മരിച്ചിട്ടില്ലെന്ന് വിശ്വസിച്ചാൽ അവൻ ദൈവപുത്രനല്ല. പക്ഷേ എന്താണ്, അവൻ അങ്ങനെ അംഗീകരിക്കുന്നതിൽ മാത്രമേ നിനക്ക് നിത്യതയിലേക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, മതഭക്തിയുടെ വഞ്ചന, ക്രിസ്തീയ മതത്തിൻ്റെ ഉൾപ്പെടെയുള്ള വഞ്ചനകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് സത്യദൈവം ആരെന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാം അംഗീകരിക്കണം ഞാൻ പറയില്ല, വിശ്വസിക്കണമെന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആർക്കും ഒരു കാര്യം അംഗീകരിക്കാം, ഒരു ദൈവമുണ്ട്. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ഒരുവനുണ്ട്. അവൻ ആരാണ് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ അന്വേഷണം നിങ്ങളെ ക്രിസ്തുവിൽ കൊണ്ടെത്തിക്കുക, ഉറപ്പാണ്. നിങ്ങൾ അങ്ങനെ അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും, എനിക്കറിയാം എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഒരു പുള്ളി ദൈവമില്ലെന്ന് പറഞ്ഞൊരു യാക്കോബായക്കാരനാണ്. പിന്നെന്താണ്, ഹിന്ദുക്കളുടെ ദൈവമാണ് ദൈവം എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ കുറച്ച് നാൾ പോയൊരു യാക്കോബക്കാരനാണ്, കപ്പിയാരുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സത്യദൈവം ആരെന്ന് അന്വേഷിച്ചു, ക്രിസ്തു വെളിപ്പെട്ടു. അങ്ങനെ ഒത്തിരി കേസുകൾ, ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി വ്യക്തികൾ ഞാൻ പരിചയപ്പെടുത്തുക. ഏത് മതത്തിലാണെങ്കിലും നിങ്ങളുടെ മതഭക്തി വിട്ട്, കാരണം അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുന്ന പുരോഹിതന്മാരും അപ്പന്മാരുണ്ട്, മോനെ നമ്മൾ മാത്രമാണ് സത്യം സത്യം സത്യമെന്ന്. അതുകൊണ്ടാണ് ഇത് കേട്ട് പറഞ്ഞ ഈ കുഞ്ഞിനകത്ത് ഈ വിഷം കയറിയിരിക്കുകയാണ്. എന്നാൽ ഇതിനകത്തു നിന്ന് അപ്പൻ പറഞ്ഞതും അമ്മ പറഞ്ഞതും മതം പറഞ്ഞതുമല്ല, പാരമ്പര്യം പറഞ്ഞതുമല്ല, നിൻ്റെ സ്വന്തം ബുദ്ധിയിൽ സത്യദൈവം ആരാണ്, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ ആരാണ്, ഇങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു ചോദ്യം ആത്മാർത്ഥമായിട്ടുണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾ യേശുക്രിസ്തുവിൽ ചെന്നെത്തും. അവൻ സത്യദൈവവും നിത്യജീവനുമാകും. നമുക്ക് പ്രിയരെ, അവങ്കിലേക്ക് തിരിഞ്ഞവർ രക്ഷിക്കപ്പെടും. കാരണം നാളെ നമ്മൾ മരിച്ചതിന് ശേഷം പ്രിയപ്പെട്ട മരണമില്ലാത്ത ഒരുത്തനും എൻ്റെ കൂടെ ഇല്ല. ക്രിസ്ത്യാനികൾ മരിക്കാത്തവരില്ല, ഹിന്ദുക്കളും മരിക്കാത്തവരില്ല. അത് ബ്രാഹ്മണനായാലും ശൂദ്രനായാലും മരിച്ചാൽ പോയി. ബ്രാഹ്മണന്മാരെന്തിനാണ് ഏറ്റവും കൂടുതൽ കർമ്മം ചെയ്യുന്നത്? ഒരു ശൂദ്രൻ മരിച്ചാൽ പോലും ചെയ്യാത്ത മരണാന്തര ശേഷക്രിയ എന്തിനാണ് ബ്രാഹ്മണൻ ചെയ്യുന്നത്? അവർ ജീവിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, എല്ലാവരെക്കാളും പാപി അവരാണ് എന്ന് വെച്ചാൽ നരകത്തിന് ഏറ്റവും യോഗ്യൻ ഇവരാണെന്ന്. ആരുടെയും ഹൃദയം കഴിക്കേണ്ട പ്രിയരെ, അതാ സത്യം. കാരണം മരിച്ചതിന് ശേഷം ഇവൻ്റെ ആത്മാവിനെ വിടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ ഇവൻ ജീവിച്ചിരുന്നപ്പോൾ സത്യം അറിഞ്ഞില്ലെന്ന് എൻ്റെ അർത്ഥം. ഇപ്പം നോക്കാം, ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ഒരു പുരോഹിതനും ഒരു കർമ്മം ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. കാരണം ഞാൻ മരിക്കുന്ന സെക്കൻഡിൽ തന്നെ അതിനകത്ത് ഇതിൻ്റെ തെളിവുണ്ട്. കാരണം ദൈവത്തിൻ്റെ ദാസന്മാർ പറയുന്നു, ഇപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തോട് കൂടിയാണെന്നുള്ള ഉറപ്പുണ്ട്. ഇതാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം. കാരണം അവൻ മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവൻ നമ്മുടെ പാപസംബന്ധമായിട്ട് മരിച്ചവരിൽ നിന്ന് നമ്മുടെ നീതിക്കായിട്ട് ഉയർത്തെഴുന്നേറ്റത് വഴി അവനിൽ വിശ്വസിക്കുന്നവരും മരിച്ചാലും ജീവിക്കുമെന്ന് തെളിയിച്ചു വന്നു. ഇനി നാളെ യേശുക്രിസ്തു മടങ്ങി വരും, നാം അവനോട് കൂടിയായിരിക്കും. ലോകത്തിലെ എല്ലാ അധികാരങ്ങളും അവൻ്റെ മുമ്പിൽ താഴും. ഇപ്പോൾ സുവിശേഷത്തെ എതിർക്കുന്നവരും അവൻ്റെ മുമ്പിൽ താഴും. നമുക്ക് പ്രിയരെ, ഞങ്ങൾ മുസ്ലിം മതവിശ്വാസികളോട് സംസാരിക്കും, അവരുടെ ഇടയിൽ ഞാൻ പ്രസംഗിക്കാറുണ്ട്. അവർ പറയും ക്രിസ്തു മരിച്ചിട്ടില്ല, ക്രിസ്തുവിന് മരിപ്പാൻ കഴിയത്തില്ല, കാരണം അവൻ വലിയ പ്രവാചകനാണ് യേശു. പക്ഷേ ആ യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ ഈ ആണിയേറ്റ പാടുണ്ട് കേട്ടോ. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈ പാട് മാഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമ്മൾ മരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം അതേ കരം ഈ ആണിപ്പാട് കാണിച്ചു എന്നിട്ട് പറയും, കണ്ടോ എടാ, ഞാൻ നിനക്ക് പകരക്കാനായിട്ട് നിനക്ക് വേണ്ടി കഷ്ടമേറ്റ് മരിച്ച പാടായത്. അപ്പോൾ ഇവനെന്താ പറയുക, ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ മതഭക്തി കേട്ട് നമ്മുടെ ഹൃദയം അതിനകത്തായി പോകില്ല, വഞ്ചിക്കപ്പെട്ടു പോകില്ല. മരിച്ചതിന് ശേഷം വിവാഹവുമില്ല, വിവാഹത്തിന് കൊടുക്കാറുമില്ല. പ്രിയപ്പെട്ടവർ, വഞ്ചിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിച്ചു. അവിടെ എന്താണ്, എല്ലാവരും ദൈവദൂത തുല്യരാണ്. അവിടെ ഭാര്യയുമില്ല, ഭർത്താവുമില്ല. ഇതെല്ലാവരും കേട്ടുകൊള്ളുവിന്. അപ്പോൾ എന്താണ്, ഒരുവൻ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ അവൻ ആരെ അന്വേഷിക്കണം? ക്രിസ്തുവിനെ അന്വേഷിക്കണം. അവനിലല്ലയോ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നത്. എന്ന് മാത്രമല്ല, മുമ്പ് പറഞ്ഞ വചനം എന്താണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായിട്ടുള്ളവരെ, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്തവരെ, തലച്ചുമടായിട്ട് ചിലർ ചുമന്നു, തോളിൽ വെച്ച് ചുമന്നു. നമുക്കറിയാലോ, അത്രയും ഞാൻ വിശദീകരിക്കുന്നുള്ളൂ. എല്ലാവരും നിങ്ങൾ തന്നെ ഇതെല്ലാം അധ്വാനിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ അടുത്ത് പ്രസാദം വേണം. ഇപ്പം നമുക്കറിയാം, ഇവിടെ നമ്മുടെ ആലുവായ്ക്കടുത്ത് ഒരു സ്ഥലമുണ്ടല്ലോ, പിന്നെ ഈ കുരിശും തോളിലേറ്റിക്കൊണ്ട് ദുഃഖവെള്ളിയാഴ്ച കയറി മലയാറ്റൂർ. നോക്ക് പ്രിയപ്പെട്ടവർ, എന്തൊരു വ്യർത്ഥതയാണിത്, എന്തൊരു വ്യർത്ഥതയാണ്. കർത്താവ് നമ്മുടെ പാപ ചുമടേറ്റുകൊണ്ട് ക്രൂശിൽ മരിച്ചിട്ടും ഇന്നും മലയാറ്റൂർ മല ചവിട്ടുമ്പോൾ എന്താ ദൈവത്തിന് പ്രസാദമാണ്? ദൈവത്തിന് നിന്നേ പരിഹാസം, നിന്നൊരു ദേഷ്യമാണ്. യേശുക്രിസ്തു നിൻ്റെ പാപങ്ങളെ ചുമന്നിട്ടും ഇപ്പോഴും തിരിച്ചറിയാതെ വിശ്വാസത്താലുള്ള നീതീകരണത്തിന് വിരുദ്ധമായിട്ട് ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവം നിന്നെ നോക്കി പരിഹസിക്കുകയാണ്.
അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എല്ലാ മതങ്ങളും വ്യർത്ഥമായിട്ടുള്ള എല്ലാ മതങ്ങളും ക്രിസ്തീയ മതം ഉൾപ്പെടെ സകല മതങ്ങളും വ്യർത്ഥവും പാഴും ശൂന്യമായിരിക്കുന്ന അനുഭവത്തിലേക്ക് പോവുകയാണ്. സാത്താൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ മതത്തിൻ്റെയും ആരംഭം ഉണ്ടാകുന്നത്. അത് ഒറ്റ ഉദ്ദേശമുള്ളൂ, ക്രൂശിക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തുവിനെ ഇവരാരും അറിയില്ല. എന്നിട്ട് എൻ്റെ കൂടെ നല്ലതൊക്കെ ചെയ്തു, പക്ഷേ എൻ്റെ കൂടെ പാപമോചനം നേടാതെ എൻ്റെ കൂടെ നരകത്തിൽ വീണു. ഇതാണ് പിശാചിൻ്റെ ഇഷ്ടം. ആകയാൽ നോക്ക് പ്രിയരെ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ, ഇത്ര ഞാൻ പറയുന്നുള്ളൂ, ആരെങ്കിലും ഒരാൾ ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഇന്ന് ചെല്ലണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ ആദ്യം ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഒരു ദൈവമുണ്ടോ? ആകാശത്തേക്ക് നോക്കി ഒരു ദൈവത്തിൻ്റെ പേര് പറയണ്ട, ഒന്നിൻ്റെ പേര് പറയണ്ട, ഒരു ദൈവമുണ്ടോ? ഈ സൂര്യനെയും ചന്ദ്രനെയും ഈ സമുദ്രത്തെയും നീരുറകളെയും സകലതിനെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ ആരാണ്? എനിക്ക് അവനെ അറിയണം. ഈ ഒറ്റ ദാഹം നിങ്ങളുടെ ഹൃദയത്തിൽ മതി. ആരും സുവിശേഷം പറഞ്ഞില്ലെങ്കിലും ഒരു തവണ പോലും ബൈബിൾ വായിച്ചില്ലെങ്കിലും യേശുക്രിസ്തു നിങ്ങൾക്ക് വെളിപ്പെട്ട് വരും പ്രിയരെ. കാരണം എന്താണ്? താൻ ആരാണെന്ന് അന്വേഷിക്കുന്നവരുടെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തുവാൻ ദൈവം ബാധ്യസ്ഥനാണ്. ആകയാൽ നിങ്ങളെല്ലാവരും മരിച്ചതിന് ശേഷം നരകത്തിൽ പോകുവാൻ സാധ്യതയുണ്ട്. എങ്ങനെ? ക്രിസ്തുവില്ലാത്ത എല്ലാവരും നരകവിധിയിലേക്ക് പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പോൾ പറഞ്ഞത് പോഷത്വമായിട്ട് തോന്നാമെങ്കിലും ചിരിക്കാമെങ്കിലും നിങ്ങൾക്ക് വിമർശിക്കാമെങ്കിലും മരിച്ചതിന് ശേഷം ഇവൻ്റെ മുമ്പിൽ നിങ്ങൾ നിന്നേ പറ്റും. നിൽക്കുമ്പോൾ നിങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. അവിടുന്ന് പറയുന്നു, ഞാൻ സകല ജാതികളെയും സകല ഭാഷക്കാരെയും സകല വംശക്കാരെയും എൻ്റെ മുമ്പിൽ കൂട്ടിവരുത്തും. എല്ലാവരെയും കൂട്ടിവരുത്തും മരിച്ചതിന് ശേഷമുള്ള അനുഭവം. എന്നിട്ട് ഞാൻ തന്നെ സത്യദൈവത്തെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഒരു ജഡവും എൻ്റെ മുമ്പിൽ മിണ്ടത്തില്ല. ഞാൻ തന്നെയാണ് സത്യദൈവം എന്ന് നിൻ്റെ മുമ്പിൽ ദൈവം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്താ വാദം? ഒരു വാദമില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ നിഷേധിക്കുന്നതും നിന്ദിക്കുന്നതും പരിഹസിക്കുന്നതും അല്പം ചിന്തിച്ചിട്ട് വേണം. സത്യത്തെ അന്വേഷിച്ച് കണ്ടെത്തുവിന് എല്ലാവരെയും പ്രബോധിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. നന്ദി.